Hello, hi, welcome back to Selmo's Engineering World. PUMI, Principle of Measurement in International. അതെന്താണെന്ന് നമ്മൾ പറഞ്ഞു, സാനിറ്റൈസേഷനാണ്, സാനിറ്റൈസേഷൻ മെത്തേഡാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് ഇതുവരെയുള്ളതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ GP എന്ന് പറഞ്ഞു, ഫസ്റ്റ് സെക്ഷൻ GP ജനറൽ പ്രിൻസിപ്പിൾ, അതും പറഞ്ഞു. ഇനി സെക്ഷൻ എ എന്താ? ജനറൽ റിക്വയർമെൻറ്റ്സ്. ജനറലായിട്ട് റിക്വയർമെൻറ്റ്സ് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഒരു സിംഗിൾ നെയിം ആണെങ്കിൽ കൂടി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ജനറലായിട്ട് റിക്വയർമെൻറ്റ്സ് ഇത് പറയണത് നമുക്ക് അവിടുന്ന് ഒരു സൈറ്റിലോട്ട് എത്തിച്ചിട്ട് അത് പിന്നെ നമുക്ക് അവിടുന്ന് റിമൂവ് ചെയ്യാം. അങ്ങനത്തെ ഒക്കെ ഒരു കവേഴ്സ് ജനറൽ റിക്വയർമെൻറ്റ്സ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഇൻക്ലൂഡിങ് ഗൈഡ് ലൈൻസ് ഓൺ ദ മെഷർമെൻറ്റ് യൂണിറ്റ് സറൗണ്ടിങ് ആൻഡ് അക്യുറസി എന്നൊക്കെ പറയും. സോ ഇത് പറയണത് നമുക്കിപ്പോൾ ഒരു ഓഫീസിട്ട്, ഇപ്പോൾ ദൂരത്തെ ഒരു സൈറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ ഓഫീസ് ഇട്ടിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ടിൽ ദാറ്റ് വർക്ക് ഈസ് കംപ്ലീറ്റഡ്, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. സോ ഇതിൽ നമ്മൾ A9 വരെ ഉണ്ട്. കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട്, സ്പെസിഫിക്കേഷൻ, റെസ്ട്രിക്ഷൻസ്. ഇതിലൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് കോൺട്രാക്ടേഴ്സിൻ്റെയും അതേപോലെ തന്നെ അവരുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെയൊക്കെയാണ്. കണ്ടീഷൻ ഓഫ് കോൺട്രാക്ട്സ് പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ഫയൽ ഓഫ് റെക്കോർഡ്സ് ഉണ്ടാവും. നമ്മൾ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ടെൻഡറൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിനെ ആസ് പെർ അതിലുണ്ടാവും. ഇപ്പോൾ ഭൂമിയാണോ POMI, ഭൂമിയാണോ NRM ആണോ CES MM ആണോ, ഏത് റൂൾ ആസ് പെർ ഏത് ബിൽഡിംഗ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് എന്നുള്ളതൊക്കെ ഉണ്ടാവും. കാരണം അതൊരു ഒരു റെഫറൻസാണ്. പിന്നെ സ്പെസിഫിക്കേഷൻസിൽ പറയുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എടുത്ത ആൾക്കാരാണ്. അപ്പോൾ സ്പെസിഫിക്കേഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് പറയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സ്പെസിഫിക്കേഷനും കഴിഞ്ഞ ശേഷം ഇനി എന്താണെന്ന് ചോദിച്ചാൽ ആസ് പെർ ഈ ഒരു കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് റെഫറൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഗൈഡ് പ്രകാരം ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബിൽഡിംഗ് റൂൾസ് ഉണ്ട്. ആ ഒരു ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ത്രെഡ് അല്ലെങ്കിൽ എത്ര റൈസർ ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞാൽ റൈസറിൻ്റെ ഹൈറ്റ് ഇത്രയാണ് എന്നൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവില്ലേ, അതേപോലൊക്കെ തന്നെയാണ് ഇതും പറയുന്നത്. സോ ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് NRMലും അല്ലെങ്കിൽ ഇയർ ബൈ ഇയർ ഇപ്പോൾ നമുക്ക് പുതിയ മോഡൽസ് അതേപോലെ തന്നെ പുതിയ സാധനങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതനുസരിച്ചിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് കോൺട്രാക്ടർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷണൽ പ്ലാന്റ് അതൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കഫോൾഡിങ്, ക്രൈൻസ്, സൈറ്റ്സ്, ട്രാൻസ്പോർട്ട് ആൻഡ് പ്ലാന്റ് സ്പെസിഫിക്കേറ്റ് ടു സെർട്ടൻ ട്രേഡ്സ്. ഇതൊക്കെ നമുക്ക് ഞാൻ മുന്നേ ഫസ്റ്റ് പറഞ്ഞില്ലേ ജനറൽ റിക്വയർമെൻറ്റ്സ് ആണ്. ജനറൽ റിക്വയർമെൻറ്റ്സ് ആണ്. നമ്മൾ പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസ്, ഇപ്പോൾ നമ്മളവിടെ ഓഫീസ് ഇടണമെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ എത്തിക്കണ്ടേ. പിന്നെ എംപ്ലോയേഴ്സ് ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ കോൺട്രാക്ടേഴ്സ് ഫെസിലിറ്റീസ്, ഇതൊക്കെ നമ്മൾ ഇതിൽ പെടുന്ന ഒരു ഐറ്റംസാണ്. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനാണെങ്കിൽ അവിടെ എത്താൻ വേണ്ടിയിട്ട് അക്കോമഡേഷൻ വേണം, ഫെൻസിങ്, റോഡ്സ്, വാട്ടർ, ലൈറ്റിങ്, പവർ, ടെലിഫോൺസ്, അതൊക്കെ നമ്മൾ അവൈലബിലിറ്റിനെ ഡിപ്പെൻഡ്സ് ആണ്. അത് ആസ് പെർ ദ റൂൾ, ആ റൂൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്രൊവൈഡ് ചെയ്യാൻ. ടെമ്പററി വർക്ക്സ് അറിയുമ്പോൾ ട്രാഫിക് ഡൈവേഷൻ, ആക്സസ് റോഡ്. ഇപ്പോൾ നമ്മൾ റോഡ് പണി നടക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നറിയാമല്ലോ. നമുക്കറിയാം റോഡ് പണി നടക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവുമെന്ന്. അവിടെ ഉണ്ടാവുന്ന ഫെൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിവൈഡർ വെച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വിടും. അങ്ങനെയൊക്കെയുള്ളത് ഡിവാട്ടറിങ് ഓർ കംപ്രസ്ഡ് എയർസ്, അത് ആ ഒരു നെസസിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ സൺഡ്രി ഐറ്റംസ് പറഞ്ഞാൽ ആൻ ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഫോർ മിസ്ലീനിയസ് ഐറ്റംസ് ആണ്. മിസ്ലീനിയസ് ഐറ്റംസ് സച്ച് ടെസ്റ്റിംഗ്, പ്രൊട്ടക്ഷൻ, റിമൂവൽ ഓഫ് റബ്ബിഷ്, ട്രാഫിക് റെഗുലേഷൻസ്, മെയിൻ്റനൻസ്, ഡ്രൈയിങ് നോയ്സ് കൺട്രോൾ ആൻഡ് സ്റ്റാച്യുട്ടറി ഒബ്ലിഗേഷൻസ്, ഇതൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മിസലേനിയസ് ഐറ്റംസ്. സോ ഇത്രയേ ഉള്ളൂ സെക്ഷൻ A.